സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. അതായത് സച്ചിദാനന്ദ രൂപായ, അതിനെ നമുക്ക് എങ്ങനെ പറയാം? സത്, ചിത്ത്, ആനന്ദ്. സത് എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ളത്, ശാശ്വതമായിട്ടുള്ളത്, നിത്യമായിട്ടുള്ളത് എന്നൊക്കെ പറയുന്നു. ചിത്ത് എന്ന് പറഞ്ഞാൽ ചൈതന്യം, ശുദ്ധമായിട്ടുള്ള ചൈതന്യം. ആനന്ദ്, പരമാനന്ദം. സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സത്യം എന്ന് പറയുന്നത് അതിന് പരിവർത്തനമില്ലാത്തതായിരിക്കും. എന്നാൽ അസത്യമാണെങ്കിലോ കാലാവർത്തിതമായ മാറ്റങ്ങൾക്ക് അത് വിധേയമായിരിക്കും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ. അസത്യമായിരിക്കുന്നതിന് അസ്തിത്വമില്ലാത്തതും എന്നാൽ സത്യത്തിന് ഒരിക്കലും നാശമില്ലാത്തതുമാകുന്നു. എന്തെന്നാൽ അത് നിത്യമാകുന്നു. സത്, ചിത്, ആനന്ദ്. ആനന്ദം. സുഖവും ആനന്ദവും തമ്മിൽ എന്താണ് വ്യത്യാസം? സുഖം എന്നത് ഈ ലോകത്തിലെ വസ്തുബന്ധനങ്ങളോട് ചേർന്ന് കിടക്കും. അപ്പം സുഖത്തിൻ്റെ കൂടെ തന്നെ എന്ത് വരും? ദുഃഖവും വരും. തണുപ്പ്, ചൂട്, സന്തോഷം, വിഷമം എന്നിവയെപ്പോലെ. എന്നാൽ ആനന്ദം എന്നുള്ളത് ഈ ലോകത്തിലെ ബന്ധനങ്ങൾക്ക് അതീതമായിട്ടുള്ളതാണ്. അതിന് ഓപ്പോസിറ്റായിട്ട് ഒന്നും വരില്ല. സച്ചിദാനന്ദ രൂപായ. രൂപായ എന്ന് പറഞ്ഞാൽ രൂപത്തോട് കൂടിയ. വിശ്വോത്പത്യാദി ഹേതവേ. വിശ്വ ഉത്പത്യാദി. വിശ്വം എന്ന് പറഞ്ഞാൽ ഈ സംസാരം. ജലം, വായു, ഭൂമി, അഗ്നി, തേജസ് എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നിട്ടുള്ള ഈ ലോകം. ഉത്പത്തി, ഉത്പന്നമായത്. ആദി. ആദി എന്ന് പറഞ്ഞാൽ ശബ്ദാർത്ഥം വരുന്നത് മുതലായവ. അതിൻ്റെ ഭാവാർത്ഥം വരുന്നത് പോഷിപ്പിക്കുന്നതും സംഹരിക്കുന്നതും. പോഷണവും സംഹാരവും ചെയ്യുന്നത് ആരാണ്? അതായത് മൂലതത്വം ഭഗവാൻ കൃഷ്ണനാകുന്നു. ആ ചൈതന്യ സ്വരൂപം, അതായത് ആ എനർജി ഫോം, നമ്മൾ ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറയുന്ന ആ ഒരു എനർജി ഫോം അതാവുന്നു. എന്നാൽ മറ്റു ദേവീ ദേവതകൾ ഭഗവാന്റെ ആജ്ഞപ്രകാരം പരിപാലനവും സംഹാരവും എല്ലാം നടത്തുന്നു. മറ്റ് ദേവീ ദേവതകൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ പഞ്ചഭൂതങ്ങൾ, അതായത് അഗ്നി, ജലം, വായു, അതിലൊക്കെ നമ്മൾ ഒരു ഈശ്വര തത്വമാണല്ലോ നമ്മൾ കാണുന്നത്. അതിനൊക്കെ നമ്മൾ ഗോഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അഗ്നിദേവൻ, വായുദേവൻ, അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം അത് ആണ് ഈ പരിപാലനവും നമ്മുടെ ആ എനർജി ഫോമിന്റെ ആജ്ഞപ്രകാരം ചെയ്യുന്നു. അതായത് നമ്മുടെ എല്ലാവരുടെയും ശരീരം ഈ 5 എലമെന്റ്സ് കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഫ്ലക്ച്വേഷൻസ് ആണ് നമുക്ക് ഡിസീസസും ഡെത്തും എല്ലാം നിർണ്ണയിക്കുന്നത്. ഹേതവേ, ഹേതുവായിട്ടുള്ളത്, കർത്താവായിട്ടുള്ളത് ആരാണ്? ഗീതയിൽ പറയുന്നു, അഹമേവാസമേവാഘേ നാന്യത് യത് സദസത് പരം. ഞാനല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഈ സൃഷ്ടിയുടെ തത്വമോ സൃഷ്ടിയോ ഒന്നും. സകല സംസാരത്തിന്റെയും രചയിതാവ് ഭഗവാനാകുന്നു, അതായത് ആ ചൈതന്യ സ്വരൂപനാകുന്നു. താപത്രയ. ത്രയ എന്ന് പറഞ്ഞാൽ 3. താപം എന്ന് പറഞ്ഞാൽ ദുഃഖം. ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്നീ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ. താപത്രയ. വിനാശായ, ഇല്ലായ്മ ചെയ്യുന്നത്. താപത്രയങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത്. ശ്രീകൃഷ്ണായ. ശ്രീ എന്നാൽ ശ്രീ രാധാറാണി, കൃഷ്ണൻ. അപ്പോൾ രാധ എന്ന ശബ്ദത്തിന് എന്തിനാണ് അവിടെ ഉപയോഗിക്കുന്നത്? വൈദിക ധർമ്മപ്രകാരം എപ്പോഴെല്ലാം നമ്മൾ ഭഗവാന്റെ നാമം പറയുന്നു അപ്പോഴെല്ലാം ദേവി ശക്തിയെയും സ്മരിക്കുന്നു. അതായത് നമ്മുടെ വേദങ്ങളിലൊക്കെ നമ്മൾ ഫെമിനൈൻ എനർജിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. രാധയും കൃഷ്ണനും ഇൻസെപ്പറബിൾ ആണ്. അത് ഒരേ ചൈതന്യത്തിൻ്റെ തന്നെ 2 ഭാഗങ്ങളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കൃഷ്ണായ, ആ പുരുഷോത്തമനായ ഭഗവാൻ കൃഷ്ണനെ, വയം ഞങ്ങൾ, നമ്മളെല്ലാ ചരാചരങ്ങളും, നുമഹ നമിക്കുന്നു. അതായത് രാധയും കൃഷ്ണനും അവിടെ വന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ നമഹ എന്ന് പകരം നുമഹ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ ശ്ലോകത്തിൽ കൃഷ്ണന്റെ 3 ലക്ഷണങ്ങളാണ് പ്രകടമാവുന്നത്.
സ്വരൂപം, പ്രവൃത്തി, സ്വഭാവം. സ്വരൂപ ദർശനം എങ്ങനെയാണ്? സത്, ചിത്, ആനന്ദ്. പ്രവൃത്തി എങ്ങനെയാണ്? പ്രവൃത്തികൾ എന്തൊക്കെയാണ്? സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയൊക്കെ ചെയ്യുന്നത്. സ്വഭാവം എന്താണ്? ഭക്തന്മാരുടെ താപത്രയങ്ങൾ, അതായത് 3 തരത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ, മൊത്തത്തിലുള്ള അർത്ഥം എടുക്കുമ്പോൾ, ആ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഈ സമസ്ത ലോകത്തിൻ്റെയും സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിന് കാരണഭൂതനായിരിക്കുന്ന ഭക്തന്മാരുടെ 3 തരത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ആ രാധാകൃഷ്ണന്മാരെ നമ്മൾ നമിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പം ഒരു കടലില്, സമുദ്രത്തില് വ്യത്യസ്തമായിട്ടുള്ള പാത്രങ്ങളിൽ നിറച്ചു വെച്ചിട്ടുള്ള വെള്ളം പോലെയാണ് ഓരോ ജീവനും വസ്തു. ഒരു കുടം പൊട്ടിയാല് വീണ്ടും ആ സമുദ്രത്തിൽ തന്നെ ചേരുന്നു, വീണ്ടും വേറെ കുടത്തിലാക്കുന്നു. അതായത് നമ്മൾ പൂച്ചയായിട്ട് ജനിക്കുന്നു, മരിച്ചിട്ട് പിന്നെ പാമ്പാവുന്നു, പിന്നെ മനുഷ്യനാവുന്നു, മരമാവുന്നു. എല്ലാത്തിലുള്ളത് ഒരേ എനർജി ഫോം തന്നെയാണ്. ഇനി താപത്രയങ്ങളെ പറ്റി നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ ആധ്യാത്മികം. വേദത്തില് താപം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദൈഹികമായിട്ടുള്ള, ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അതായത് രോഗങ്ങൾ, പനി, ചുമ മുതലായവ, പിന്നെ കാമക്രോധ ലോഭമോഹങ്ങൾ, ദേഷ്യം, ഈർഷ, ഭയം, പിന്നെ വിഷയലോലുപത, ആർത്തി, അത്യാഗ്രഹം. ഇവയൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? അജ്ഞാനം കൊണ്ട്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാന്ന് നമ്മൾ മറന്നു പോണു. അപ്പം ഈ ദുഃഖങ്ങളൊക്കെ നമുക്ക് വരും. പിന്നീട് ആദി ഭൗതികം, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദുഃഖങ്ങൾ, മറ്റ് ജീവികളിലൂടെ കിട്ടുന്നത്, നമ്മുടെ സഹജീവികളോട് കൂടെ കിട്ടുന്നത്, പ്രിഡേറ്റർ പ്രേ ലൈക്ക് തിങ്സ്. ഇപ്പം ഹ്യൂമൻസിന്റെ കാര്യമാണെങ്കിൽ മാർഗതടസ്സം, നമ്മൾ ഒരു കാർ ഓടിച്ചു പോകുമ്പോൾ വെറുതെ ഒരു ആവശ്യമില്ലാതെ നമ്മുടെ കാറിന് ആരോ വന്ന് തട്ടുന്നു. നമ്മളൊന്നും ചെയ്തിട്ടല്ല, ആരോ വന്ന് തട്ടുന്നു. പിന്നെ ഓഫീസസിൽ ഉണ്ടാവുന്ന ഇത്, പിന്നെ ഒരു കൊതുക് കടിച്ചിട്ട് നമുക്ക് പനി വരുന്നത്, റോഡ് ആക്സിഡൻസ്, അതൊക്കെ ആദി ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളായിട്ട് വരും. അടുത്തത് ആദി ദൈവികം, ദൈവികമായിട്ട് വരുന്നത്, അതായത് പ്രകൃതിയിലൂടെ നമുക്ക് കിട്ടുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പോലെയുള്ള സുനാമി, അതൊക്കെ പോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിലൂടെയൊക്കെ കിട്ടുന്നത്, അങ്ങനത്തെ ദുഃഖങ്ങൾ. പിന്നെ ചൂട്, തണുപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആദി ദൈവികമായിട്ടുള്ള ദുഃഖങ്ങളായിട്ട് കണക്കാക്കാം. ഇപ്പം ആധ്യാത്മികമായാലും ആദി ഭൗതികമായാലും ആദി ദൈവികമായാലും ഈ 3 തരം ദുഃഖങ്ങളും നമുക്ക് നമ്മുടെ പൂർവ്വകർമ്മബലം തന്നെയാണ്, അതായത് മുൻജന്മ കർമ്മങ്ങൾ. അങ്ങനെ ഓരോ ജന്മത്തിലും നമുക്കുണ്ടാവുന്ന നമ്മുടെ തോട്ട്സ് ഈ എനർജിനോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും. അപ്പം നമ്മുടെ ഈ തോട്ട്സ് തന്നെയാണ് നമ്മുടെ കാർമിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മറ്റൊരാളെ പറ്റി എന്ത് ചിന്തിക്കുന്നു, അത് അവരിൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷെ അത് നമ്മുടെ കാർമിക്സ് ആയിട്ട് നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ട് കിടക്കുന്നു. അതാണ് നമ്മൾ എല്ലാവരെ പറ്റി നല്ലത് ചിന്തിക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുകയാണ്, ഇപ്പം ആ എനർജി എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ആണെന്ന് വിചാരിക്കാം, എനർജി അറ്റാച്ച്ഡ്. അപ്പൊ ഈ കർമ്മബലം എന്നത് ഓരോ ആറ്റത്തിലും ആ മോളിക്യൂൾ ആണെന്ന് വിചാരിക്കുക. അതിന്റെ ഉള്ളിലെ ഓരോ ആറ്റത്തിലും, അതിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് എല്ലാം ഉണ്ടല്ലേ. അപ്പൊ അതിലൊക്കെ നമ്മുടെ ഈ കാർമിക്സ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ മോളിക്യൂൾ എന്താവും? ആ ബിഗ് ഓഷനിൽ സ്പ്രെഡ് ആവും. അവിടെ ഇതേപോലെയുള്ള മറ്റനേക ആറ്റംസ് ഉണ്ടാവും. അതിന്റെ ഇൻസൈഡിലും ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഒക്കെ ഉണ്ടാവണം. അപ്പൊ അതിന് സെലക്റ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ചൂസ് ചെയ്തിട്ട് അതിന് വ്യത്യസ്തമായിട്ടുള്ള തോട്ട്സും തോട്ട്സ് അറ്റാച്ച് ചെയ്തതാവാം, അല്ലാത്തതാവാം, ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് വീണ്ടും ഒരു മോളിക്യൂൾ ഉണ്ടാവണം. അതായത് ഒരു ന്യൂ ഫോം ഓഫ് കാർമിക്സ്. അപ്പൊ നമ്മുടെ കാർമിക്സ് മാത്രമായിരിക്കില്ല, അപ്പം വേറെ ആറ്റംസ് എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർമിക്സ് ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഡിഫറെന്റ് ആറ്റംസ് കൂടി ചേർന്നിട്ടുള്ള ഒരു ന്യൂ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ അവിടെ ഫോം ചെയ്യുന്നു. അതാണ് നമ്മൾ ഒരു ബർത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹ്യൂമൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എഗ്ഗും സ്പേമും മീറ്റ് ചെയ്തിട്ടാണ് ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഒരു ഹ്യൂമൻ എഗ്ഗിനെ ഇമ്പാക്ട് ചെയ്യുന്നത് മദർ കഴിക്കുന്ന ഫുഡ്, അതേപോലെ മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ സ്പേമിൽ എന്താണ്? ഫുഡ് ഈറ്റൺ ബൈ ഡാഡ്, അതായത് അച്ഛൻ കഴിക്കുന്ന ഭക്ഷണം,
പിന്നെ കാർമിക്സ് അറ്റാച്ച്ഡ്, പിന്നെ ആ ഫുഡിൽ ഒരു കാർമിക്സ് എനർജി അറ്റാച്ച്ഡ് ഉണ്ടാവും. കാരണം നമ്മൾ ഡെഡ് ബോഡി ആവുന്നു, ഡീകമ്പോസിഷൻ നടത്തുന്നു, ന്യൂട്രിയൻസ്, പിന്നെ അതിലൊക്കെ ഇതാ ഈ സ്പ്ലിറ്റിങ്ങും ഈ റീജോയിനിങ്ങും ഞാൻ പറഞ്ഞല്ലോ. അപ്പം അറ്റാച്ച്ഡ് കാർമിക്സ് അതിന്റെ കൂടെയും കൂടെ വരുന്നു. അപ്പൊ ഒരു ന്യൂ ബേബി ഫോം ചെയ്യുമ്പോൾ അതിൽ ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഒരു ന്യൂ കാർമിക്സ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പുതിയതായിട്ടുള്ള വ്യത്യസ്തമായ കാർമിക്സ്. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തിട്ടുള്ള കാർമിക്സ് ഉള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസ് കൂടി ചേർന്ന ഒരു മോളിക്യൂള്, അതാണ് ഒരു ന്യൂ ബർത്ത് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പറയാറില്ലേ, ഒരു ബസ് ആക്സിഡന്റ് വന്നു, അതിൽ കുറെ പേര് മരിച്ചു, അതിൽ എല്ലാവരും ഒക്കെ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടാവുമോ? അതായത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വരുന്നത് ഒരു പേഴ്സൺ ചെയ്ത തെറ്റ് ഇത്രയും ആളുകളിൽ സ്പ്രെഡ് ആയിട്ട് കിടക്കായിരിക്കും ഉണ്ടാവുക ആഫ്റ്റർ ഡെത്ത്. അപ്പം എല്ലാവരും അത് ഇമ്പാക്ട് ചെയ്യുന്നത് ഇതേപോലെയാണ്.